അപ്പോൾ അറ്റ്ലീസ്റ്റ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിഗ്ന. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി മദേഴ്സ് ഡേൻ്റെ അന്ന് ഒരു പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഷോർട്ട് സെഷൻ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് ആ പെയിൻറ്റിങ്ങിനെ ഡെപ്തായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം. എന്തൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്തത്, ഏതൊക്കെ കളേഴ്സാണ് യൂസ് ചെയ്തത്, എന്തൊക്കെയാണ് കുറച്ച് ഐഡിയാസും ടിപ്സും ട്രിക്സും എന്നൊക്കെ ഉള്ളത് ഞാൻ ഈ വീഡിയോ പറഞ്ഞുതരാം. അപ്പോൾ അതേപോലെ ഈ ചാനലിൻ്റെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വാട്ടർ കളർ ട്യൂട്ടോറിയൽസും ആക്രിലിക് ട്യൂട്ടോറിയൽസും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. പിന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് ലെസൺസും വീഡിയോസും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയി കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പെയിൻറ്റിങ്. അപ്പോൾ ഈ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർമോണിയസ് കളേഴ്സാണ് യൂസ് ചെയ്തത്. അതായത് ആ കളർ വീലിൻ്റെ അടുപ്പിച്ചിട്ടുള്ള കുറച്ച് കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ അല്ലെങ്കിൽ ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൺസെറ്റിൻ്റെ വരുന്ന കളേഴ്സാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് കളർ കോമ്പിനേഷൻസ് ബ്രൈറ്റ് ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് പോയി കാണുക. എന്നിട്ട് മനസ്സിലാവാത്തുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഞാനൊരു സ്കെച്ച് ഇട്ടിട്ടുണ്ട്. നമ്മൾ വാട്ടർ കളറൊക്കെ ചെയ്യുമ്പം ഏറ്റവും ആദ്യം കുറച്ച് നല്ല ഷാർപ്പായിട്ടുള്ള സ്കെച്ചുകൾ വരച്ച് വെക്കുക, എന്നിട്ട് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാവും, നമുക്ക് സ്പീഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇനി ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ആ ഫ്ലവറിൻ്റെ മുകളിലാണ്. ആ ഫ്ലവറിനെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇനി ബാക്കി കംപ്ലീറ്റ് ചെയ്യില്ല. നമ്മൾ വാട്ടർ കളർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോ ലെയർ ബൈ ലെയറാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ അടിച്ച് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ തുടങ്ങിയത് ആ ഫ്ലവറിനാണ്. അപ്പം ഓൾറെഡി ഒരു റോസ് ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി ഔട്ട്ലൈൻ ഇട്ട് വെച്ചില്ല. അപ്പോൾ ഔട്ട്ലൈൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പെറ്റൽസിനെ കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് വരുന്ന കളർ ഷെയ്ഡ്സ്, അതായത് കുറച്ച് സ്ഥലത്ത് ലൈറ്റ് ആയിരിക്കും, കുറച്ച് സ്ഥലത്ത് ഡാർക്ക് ആയിരിക്കും, അതൊക്കെ ജസ്റ്റ് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുക. അപ്പം അതെങ്ങനെയാണെന്ന് കംപ്ലീറ്റ് പ്രൊസീജിയറായിട്ട് ഓൾറെഡി ഒരു ഫ്ലവർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കളർ എന്ന് പറഞ്ഞാൽ ക്രിംസൻ്റെ കൂടെ കുറച്ച് യെല്ലോ കൂട്ടിയിട്ട് കുറച്ച് യെല്ലോ മിക്സ് ആക്കിയിട്ടുള്ളൊരു കളർ. സ്കാർലറ്റിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ ക്രിംസൻ്റെ കൂടെ കുറച്ച് ചില സ്ഥലത്ത് കുറച്ചൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന പോലത്തെ കളേഴ്സാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഈ കളറിനെ പല വാല്യൂകളും പല ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഫ്ലവർ ചെയ്തത്. അപ്പം ഒരുപാട് വെള്ളമായി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വാട്ടർ കളർ ആയതിനെക്കൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളമാക്കിയിട്ട് വെറ്റാക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് കളറ് ബ്ലീഡ് ചെയ്യണം, അതായത് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഹൈലൈറ്റ്സിനെ മറക്കാണ്ടിരിക്കുക, അതായത് ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സിന് ലൈറ്റായി തന്നെ വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ആ ലേഡീൻ്റെ ഹെയറാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബേൺസ് ചെയ്യാനും കുറച്ച് ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ആദ്യത്തെ വാഷ്. വേണം കുറച്ച് ക്രിംസൺ കൂടി ഇട്ടോ കുറച്ചൊരു റെഡിൻ്റെ ഒരു ഇത് വരും. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെറ്റ് ഓൺ ഡ്രൈ യൂസ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല, കാരണം സ്മോൾ ഏരിയാസ് അല്ലേ, അപ്പം രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആദ്യത്തെ ബേസ് വാഷും അല്ലേ, നിങ്ങൾക്ക് വെറ്റ് ഓൺ വെറ്റ് ചെയ്യണമെങ്കിൽ വെറ്റ് ഓൺ വെറ്റ് ആണ് കേട്ടോ ഏറ്റവും നല്ല ടെക്നിക്ക്. ഓൾറെഡി ടെക്നിക്സൊക്കെ ഏതൊക്കെയാണ് വാട്ടർ കളർ പെയിൻറ്റിങ്ങിൻ്റെ ടെക്നിക്സൊക്കെ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് പോയി കണ്ടു നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ. അതേപോലെ ആ വാവേൻ്റെ ഡ്രസ്സിനും കുറച്ച് ആ ഫ്ലവറിൻ്റെ കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ച് മാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബേസ് കൊടുക്കുകയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറ്റ് ഓൺ വെറ്റാണ് ചെയ്തത്. വെറ്റ് ഓൺ വെറ്റും ഡ്രോപ്പ് ഓൺ വെറ്റും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ഷെയ്ഡിൻ്റെ ഇത് ഓൾറെഡി കൊടുക്കണം, ഓറഞ്ച് അതല്ലെങ്കിൽ സ്കാർലറ്റാണ് അതിനകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സ്കാർലറ്റിനെ കൊണ്ട് കളർ ജസ്റ്റ് നമ്മൾ ഓൾറെഡി പേപ്പർ വെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്തേക്ക് പെയിൻറ്റ് തട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ നല്ലപോലെ ഫ്ലോ ആവില്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ സ്കാർലറ്റ് കൊടുത്ത് അതിന് ശേഷം കുറച്ച് യെല്ലോവിനെ ഡ്രോപ്പ് ചെയ്യാണ് ഇതിനകത്തേക്ക്. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് എഡ്ജസ് ഒന്നും ഉണ്ടാവില്ല, രണ്ട് കളേഴ്സും നല്ലപോലെ ബ്ലെൻഡ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. നമുക്ക് വെള്ളം ഉണ്ടതിനെ കൊണ്ട് വാട്ടർ കളർ ഇങ്ങനെ ഫ്ലോ ആവും, അപ്പം രണ്ട് കളറുകളും ഓട്ടോമാറ്റിക്കലി നല്ലപോലെ ബ്ലെൻഡ് ആവും. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനല്ല ഇവിടെ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ താഴെ നിന്നൊരു ഭാഗം ചെയ്തു, അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് അങ്ങനെ ചെയ്തു. നമ്മൾ മൊത്തത്തിൽ പേപ്പർ നനച്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് എത്തുമ്പോഴേക്കും മുകളിൽ ഡ്രൈ ആയിപ്പോവും.
അപ്പം ഭയങ്കര ഹാർഷായി പോകും എഡ്ജസ്. അപ്പോൾ നമുക്കത് വേണ്ട. നമുക്കതുകൊണ്ട് സെക്ഷൻ ബൈ സെക്ഷൻ ആക്കിയിട്ട് നിങ്ങൾ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് ഫസ്റ്റ് കോട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര ഡാർക്ക് ആവണം, ഭയങ്കര ബ്രൈറ്റായിട്ട് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്രയും കോട്ട്സ് നമ്മൾ കൊടുക്കണം. കോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നല്ലപോലെ ഹൈ പിഗ്മെൻ്റ് എടുക്കുക. അപ്പോൾ ഹൈ പിഗ്മെൻ്റ് എത്ര പിഗ്മെൻറ്റ് വേണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത്ര എടുക്കണോ ഇത്ര ഡാർക്ക് ആക്കണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ കുറച്ച് ലൈറ്റ് ഡാർക്ക് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ഓരോ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ലെയർ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് പേപ്പർ വെറ്റ് ചെയ്തിട്ടാണ് പിന്നെയും ചെയ്യേണ്ടത്. ഇനി ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഈ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരു ലെയർ പെയിൻറ്റ് മൊത്തത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു, എക്സെപ്റ്റ് ആ ഫേസിന് മാത്രം ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും നമ്മൾ ഒരു ലെയർ കഴിഞ്ഞു. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ലെയറുകളെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോയി ഇത്രയും നിങ്ങൾ ചെയ്ത പ്രോസസ്സില്ലേ അത് ഈ പേപ്പറല്ല നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം ഒരേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റുകൾ മറന്നു പോകരുത്, മാറിപ്പോകരുത്. ഹൈലൈറ്റുകളായിട്ട് തന്നെ വെക്കുക. അതായത് ലൈറ്റ് ഷെയ്ഡ്സ് വരേണ്ട ഭാഗത്ത് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഒരു സെറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ബേസ് കഴിഞ്ഞ് ഇനി അടുത്ത അതിൻ്റെ മുകളിലത്തെ ചെയ്യുകയാണ്. കുറച്ച് ലീവ്സൊക്കെ കൊടുക്കുകയാണ്. ആ ലീവ്സ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറച്ച് ബ്ലെൻഡായി നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ബേൺ സിയാനയും കൂടി മിക്സ് ചെയ്ത്, അതായത് നമ്മളെ സ്കാർലറ്റിൻ്റെ കൂടെ കുറച്ചൊരു ബേൺ സിയാനയും കൂടി മിക്സ് ചെയ്തിട്ടാണ്, ബേൺ സിയാനയും കുറച്ചൊരു ക്രംസണും നിങ്ങൾ ആഡ് ചെയ്തോളൂ. അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ലീവ്സ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് ഈ പെയിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന റൗണ്ട് ബ്രഷ് മാത്രമാണ്, കാരണം അതിന് നല്ല ടിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ ലെയർ ചെയ്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ നടുവിൽ കുറച്ചും കൂടി ഡെപ്ത് തോന്നിക്കുക അല്ലെങ്കിൽ ഡാർക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ കുറച്ച് ബേൺ ചെയ്യാനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുക. ബേൺ ചെയ്യാൻ യൂസ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് കുറച്ചും കൂടി റെഡ് ടോണിലേക്കല്ലേ, ഒരു വാം ടോണിലേക്കല്ലേ. അപ്പോൾ വാം പെയിൻറ്റിങ് അതിനെ കൊണ്ട് അതിൻ്റെ കൂടെ ബ്ലെൻഡായി നിൽക്കാനാണ് കുറച്ച് ബേൺ ചെയ്യാൻ യൂസ് ചെയ്യുക. നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലെൻഡായി നിൽക്കില്ല, ഒരുമാതിരി എന്താ പറയുക എടുത്ത് നിൽക്കും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അടുത്ത എലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഒരു ഫാമിലി നിൽക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നേരത്തെ ബ്ലാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ എടുത്ത് നിൽക്കും, ബ്ലെൻഡായി നിൽക്കില്ല. അപ്പം ആ ഫാമിലീനെ രണ്ട് കുട്ടികളെയും അമ്മേനെയും നല്ലപോലെ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ട് അതിനെ ഡീറ്റെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. രണ്ട് കുട്ടികളെയോ അല്ലെങ്കിൽ 3 കുട്ടികളോ എത്ര കുട്ടികളാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത്രയും കുട്ടികളെ കൊടുക്കുക. സിൽ ഔട്ട് വരയ്ക്കാനല്ല, ഭയങ്കര എളുപ്പമായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് കാര്യമായിട്ട് അറിയാനൊന്നുമില്ല, ജസ്റ്റ് ബ്ലാക്ക് കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അമ്മയും കുട്ടികളെയും നല്ലപോലെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് കൊണ്ട് ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് കോർണറിൽ ഒരു മരവും അതിൻ്റെ അടുത്തൊരു ചെറിയ കൊച്ചു വീടും. അപ്പം ഇതിൻ്റെ സ്റ്റോറി എന്താണ്, ഈ ഒരു പെയിൻറ്റിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റോറി എന്താണ്, സ്റ്റോറി ലൈൻ എന്താണെന്നൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതായത് മദേഴ്സ് ഡേൻ്റെ ആ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കണ്ടു നോക്ക്. അപ്പോൾ ആ സ്റ്റോറി ലൈൻ പ്രകാരം നമുക്ക് ആ മരത്തിനകത്ത് നിന്ന് കുറേ ലീഫുകൾ ഇങ്ങനെ കാറ്റത്ത് പാറുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലീഫ് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കുറച്ച് ക്രിംസൺ കൂടിയ കളറാണ്. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഡാർക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലീഫിനെ വരച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണില്ല. അപ്പോൾ നിങ്ങൾ കണ്ടോ ആ ലീഫ് പറക്കുന്ന ആ ഒരു ഏരിയയിലെ കളർ അല്ലെങ്കിൽ താഴോട്ടുള്ള ആ ഒരു ഏരിയയിലെ കളർ കുറച്ച് ലൈറ്റും മുകളിൽ നല്ല ഡാർക്കുമാണ്. അപ്പോൾ നിങ്ങൾ ബേസ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പം ഇത് ശ്രദ്ധിക്കണം കേട്ടോ.
ഇനി നമ്മൾ ഫേസ് ചെയ്യാണ്. ഫേസ് ചെയ്യാൻ ഇത് ജസ്റ്റ് എന്താ നമ്മൾ ആനിമികൾ പോലത്തെ ഒരു ഗേളാണ്. അതിനകത്ത് അധികം ഡീറ്റെയിലോ അല്ലെങ്കിൽ അധികം ഷെയ്ഡിൻ്റെ ഇതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് ബ്ലഷും സ്കിൻ ടോൺ എന്നുള്ള രീതിക്ക്. അപ്പോൾ സ്കിൻ ടോൺ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് ക്രിംസണും കുറച്ച് യെല്ലോവും ബേൺസ് ചെയ്യാനും കൂടി മിക്സ് ചെയ്താൽ മതി. കുറച്ച് ഫെയർ ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പം നമുക്ക് ഡാർക്ക് ഷെയ്ഡ്സ് അധികം വേണ്ട. ഡാർക്ക് ഷെയ്ഡ്സ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ബേൺസ് ചെയ്യാനും കൂട്ടി കൊടുത്താൽ മതി. ബ്ലൂ ആഡ് ചെയ്ത് ഇതാക്കാൻ മാത്രമുള്ള ഷെയ്ഡ് ഡിഫറൻസ് ഒന്നും ആ ഫേസിൽ വരുന്നില്ല. അപ്പം ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള നമ്മളെ സ്കിൻ ടോൺസ്, അതായത് കുറച്ച് ക്രിംസണും കുറച്ച് ഇത് ഭയങ്കര കുറച്ച് മതി കേട്ടോ. സ്കിൻ ടോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഫെയർ ഗേൾ അതിനെക്കൊണ്ട് ഭയങ്കര കുറച്ച് യൂസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സ്കിൻ ടോൺ മിക്സ് ചെയ്യുന്നത്. സ്കിൻ ടോൺ മിക്സ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ടും ഡെപ്തിലും ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും വൈകാതെ തന്നെ. അപ്പം അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞു. ഇനി ഇതിനെ കുറച്ചും കൂടി നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത്, ഡാർക്കായി നിൽക്കേണ്ട ഒബ്ജക്റ്റുകളൊക്കെ ഡാർക്കാക്കി എടുക്കുക. ഞാൻ വീണ്ടും പറഞ്ഞുതരാം. നമ്മൾ ലെയറിങ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ലെയർ നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം അടുത്ത ലെയർ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ വെറ്റ് ഓൺ വെറ്റ് ടെക്നീക്കാണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റ് തമ്മിൽ നല്ലപോലെ ബ്ലെൻഡ് ആവും ചെയ്യും. ഹാർഡ് എഡ്ജസ് പെയിൻറ്റിങ്ങിൽ ഉണ്ടാവില്ല. ഹാർഡ് എഡ്ജസ് മോശമാണെന്നല്ല, നമുക്ക് വേണ്ട സ്ഥലത്ത് വേണം. പക്ഷെ നല്ല സ്മൂത്തായിട്ട് ടെക്സ്ചർ വരേണ്ട സ്ഥലത്ത് ഹാർഡ് എഡ്ജസ് വന്നു കഴിഞ്ഞാൽ അത്ര ഒരു ഫിനിഷ് തോന്നില്ല. അതാണ് അത് ഒഴിവാക്കാൻ മാക്സിമം പറയുന്നത്. അത് കഴിഞ്ഞാൽ എനിക്ക് വൈറ്റ് പെൻ യൂസ് ചെയ്യാൻ ഉറക്കം വരില്ല എന്നുള്ള അവസ്ഥയുണ്ട്. സോ അതുകൊണ്ട് വൈറ്റ് പെന്ന് കൊടുത്താൽ കുറച്ചും കൂടി ഭയങ്കര ഭംഗിയാട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു എഫക്റ്റ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ആ ലീവ്സിന് ജസ്റ്റ് ആ ലീഫിൻ്റെ ഷേപ്പുകളൊന്ന് വരച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് സ്റ്റാർസൊക്കെ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ കൊടുക്കാം. ആകാശമല്ലേ. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ പാറുന്ന ഇലകളില്ല, അതിനെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് ഒരു വൈറ്റ് സ്പോട്ടുകൾ അവിടെയും ഇവിടെയൊക്കെ കൊടുക്കുക. ഈ പിന്നെ ഫൈനൽ ടച്ച് മാത്രം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ആക്കണം, ബോർഡേഴ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഫൈൻ ലൈനറിനെ കൊണ്ട് ആ ബ്ലാക്കിന് കംപ്ലീറ്റ് ബോർഡർ കൊടുത്തതാണ്. അങ്ങനെ ഫൈനലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നോട് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ കുട്ടിക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.